1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി. അവൻ യഹൂദയ്ക്കുള്ള സോഗോവിൽ ഒരുമിച്ചുകൂടി. സോഗോവിനും അസേക്കയ്ക്കും മധ്യേ എഫസ് ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാത്ത് താഴ്വരെ പാളയമിറങ്ങിയ ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്തൊരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായി ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശെക്കെൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെയായിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശെക്കെൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്: നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ സേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവന് എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതെന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യർ പിന്നെയും: ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടു തരുവീനെന്ന് പറഞ്ഞു. ഫെലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിനും കേട്ടപ്പോൾ ഭ്രമിച്ചേറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബത്ലഹേമിൽ ഇഷായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിൻ്റെ മകനായിരുന്നു. ഇഷായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിൻ്റെ കാലത്ത് വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇഷായിയുടെ മൂത്ത മക്കൾ 3 പുറപ്പെട്ട് ശൗലിൻ്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാവും, അവൻ്റെ അനുജൻ അമ്മീനാദാബും, മൂന്നാമത്തവൻ ഷമ്മയും ആയിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ 3 ശൗലിൻ്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ബത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം മുമ്പോട്ട് വന്നു നിന്ന് ഇഷായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്: ഈ ഒരു പറ മലരും അപ്പവും 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലരൊക്കെ മേൽവാർ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പക്കൽ വിട്ടേച്ച് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ട് ചെന്നു. കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്ത് വിളിച്ചുകൊണ്ടും പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു നിന്നു. ദാവീദ് തൻ്റെ സാമാനം പടക്കൊപ്പ് സൂക്ഷിക്കുന്നവൻ്റെ പക്കൽ ഏൽപ്പിച്ചും കൊണ്ട് അണിയിലോടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗത്തിനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്യൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടൊന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്നോടി. എന്നാറെ ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിൽ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും തൻ്റെ ഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്: ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നിന്നതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറേ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിങ്ങളഭാവവും എനിക്കറിയാം. പട കാണുവാനല്ലോ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്: ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്: ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്: ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നെന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്: അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു. അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെപ്പോലെ ആകും. ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്: ചെല്ലുക,
യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവൻ്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു, തൻ്റെ കവചവും അവനെ ഇടിവിച്ചു. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടല്ലാകിയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ലെന്ന് പറഞ്ഞു അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായി പൊക്കണത്തിലിട്ടു, കയ്യിൽ കവണയുമായി ഫെലിസ്ത്യനോടടുത്തു. ഫെലിസ്ത്യനും ദാവീദിനോടടുത്തു, പരിചക്കാരനും അവൻ്റെ മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായയോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെ ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാനിന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യർ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നു പിടിച്ചു. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവൻ്റെ തല വെട്ടിയെടുത്തു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലിലും യഹൂദ്യരും പുറപ്പെട്ട ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ സദന്മാർ ഷയരേമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങിവന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യൻ്റെ തലയെടുത്ത് അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ആയുധവർഗമോ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവെ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ചു. മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഫെലിസ്ത്യൻ്റെ തലയും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബത്ലഹേമിനായ നിന്റെ ദാസൻ ഇശ്ശായിയുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു.